സക്സസ് ഫയലിലേക്ക് സ്വാഗതം. SSCERT ടെക്സ്റ്റ് ബുക്ക് 8ാം ക്ലാസ്സിൽ സോഷ്യൽ സയൻസിൽ നിന്നുമുള്ള ആദ്യത്തെ അധ്യായമാണ് അധിനിവേശവും ചെറുത്തുനിൽപ്പും. ഈ ഒരു അധ്യായത്തിൽ നിന്നുമുള്ള പരീക്ഷയാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. 75 ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഒരു പരീക്ഷയിൽ കട്ട് ഓഫ് വെച്ചിരിക്കുന്നത്. 65 മാർക്കാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, കടൽ മാർഗം ഇന്ത്യയിൽ എത്തിച്ചേർന്ന ആദ്യ യൂറോപ്യർ. കടൽ മാർഗം ഇന്ത്യയിൽ എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യർ ആര്? പോർച്ചുഗീസുകാരാണ് കടൽ മാർഗം ഇന്ത്യയിൽ എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യർ. അടുത്ത ചോദ്യം, കടൽ മാർഗം ഇന്ത്യയിൽ എത്തിച്ചേർന്ന ആദ്യ യൂറോപ്യൻ വ്യക്തി. അതായത് വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? വാസ്കോഡ ഗാമയാണ്. വാസ്കോഡ ഗാമ കടൽ മാർഗം ഇന്ത്യയിൽ എത്തിച്ചേർന്ന ആദ്യ യൂറോപ്യൻ ആരാണ്? വാസ്കോഡ ഗാമയാണ്. വാസ്കോഡ ഗാമ കപ്പൽ യാത്ര ആരംഭിച്ച സ്ഥലം. വാസ്കോഡ ഗാമ എവിടെ നിന്നുമാണ് കപ്പൽ യാത്ര ആരംഭിച്ചത്? ലിസ്ബണിൽ നിന്നുമാണ്. പോർച്ചുഗലില് ലിസ്ബണിൽ നിന്നുമാണ് വാസ്കോഡ ഗാമ കപ്പൽ യാത്ര ആരംഭിച്ചത്. പോർച്ചുഗലില് ലിസ്ബൺ. വാസ്കോഡ ഗാമ തൻ്റെ യാത്രയിൽ പിന്നിട്ട വൻകരകൾ ഏതെല്ലാം? വാസ്കോഡ ഗാമ തൻ്റെ യാത്രയിൽ പിന്നിട്ട വൻകരകൾ ഏതെല്ലാം? യൂറോപ്പ്, ആഫ്രിക്ക, ഏഷ്യ. യൂറോപ്പ്, ആഫ്രിക്ക, ഏഷ്യ എന്നീ വൻകരകളാണ് വാസ്കോഡ ഗാമ തൻ്റെ യാത്രയിൽ പിന്നിട്ടത്. യൂറോപ്പ്, ആഫ്രിക്ക, ഏഷ്യ. വാസ്കോഡ ഗാമ പിന്നിട്ട സമുദ്രങ്ങൾ ഏതൊക്കെയാണ്? വാസ്കോഡ ഗാമ പിന്നിട്ട സമുദ്രങ്ങൾ അറ്റ്ലാന്റിക് സമുദ്രവും ഇന്ത്യൻ സമുദ്രവുമാണ്. അറ്റ്ലാന്റിക് സമുദ്രവും ഇന്ത്യൻ മഹാസമുദ്രവുമാണ് വാസ്കോഡ ഗാമ പിന്നിട്ട സമുദ്രങ്ങൾ. അറ്റ്ലാന്റിക് സമുദ്രവും ഇന്ത്യൻ മഹാസമുദ്രവും. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്ത വർഷം. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്ത വർഷം. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തത് 1453 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തത്. വാസ്കോഡ ഗാമയും സംഘവും ഇന്ത്യയിലെത്താൻ ഉപയോഗിച്ച കപ്പലുകൾ ഏതെല്ലാമാണ്? വാസ്കോഡ ഗാമയും സംഘവും ഇന്ത്യയിലെത്താൻ വേണ്ടി ഉപയോഗിച്ച കപ്പലുകൾ. ഓപ്ഷൻ എ ആണ്. 3 കപ്പലുകളാണ്. സാവോ ഗബ്രിയൽ, സാവോ റാഫേൽ, ബെറിയോ എന്നീ 3 കപ്പലുകളാണ് വാസ്കോഡ ഗാമയും സംഘവും ഇന്ത്യയിലെത്താൻ ഉപയോഗിച്ച കപ്പലുകൾ. സാവോ ഗബ്രിയൽ, സാവോ റാഫേൽ, ബെറിയോ. കപ്പലുകളുടെ പേര് സാവോ ഗബ്രിയൽ, സാവോ റാഫേൽ, ബെറിയോ. വാസ്കോഡ ഗാമ കോഴിക്കോട് കാപ്പാട് എത്തിച്ചേർന്ന വർഷം. വാസ്കോഡ ഗാമ കോഴിക്കോട് കാപ്പാട് എത്തിച്ചേർന്നത് 1498. വാസ്കോഡ ഗാമ കോഴിക്കോട് കാപ്പാട് എത്തിച്ചേർന്ന വർഷം ഏതാണ്? 1498. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ചാലിയം കോട്ട പിടിച്ചെടുത്തത് ആര്? പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ചാലിയം കോട്ട പിടിച്ചെടുത്തത് കുഞ്ഞാലി മൂന്നാമനാണ്. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ചാലിയം കോട്ട പിടിച്ചെടുത്തത് കുഞ്ഞാലി മൂന്നാമൻ. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയായ മാനുവൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട ഏത് എന്ന് ചോദിച്ചാൽ മാനുവൽ കോട്ടയാണ്. മാനുവൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊച്ചിയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയായ മാനുവൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊച്ചി. കുളച്ചൽ യുദ്ധം നടന്ന വർഷം. കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741. 1741 കുളച്ചൽ യുദ്ധം നടന്നത്. 1741. കുളച്ചൽ യുദ്ധത്തിൽ പരാജയപ്പെട്ട വിദേശ ശക്തി ഏത്? കുളച്ചൽ യുദ്ധത്തിൽ പരാജയപ്പെട്ട വിദേശ ശക്തി ഏത് എന്ന് ചോദിച്ചാൽ ഡച്ചുകാർ. കുളച്ചൽ യുദ്ധത്തിൽ പരാജയപ്പെട്ടതാരാണ്? ഡച്ചുകാരാണ്. ഇനി കുളച്ചൽ യുദ്ധം നടന്നത് ആരൊക്കെ തമ്മിലാണ്? ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിലാണ് കുളച്ചൽ യുദ്ധം നടന്നത്. കുളച്ചൽ യുദ്ധത്തിൽ പരാജയപ്പെട്ടത് ഡച്ചുകാരാണ്. കുളച്ചൽ യുദ്ധം നടന്നത് ആരൊക്കെ തമ്മിലാണ്? ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും. ഡച്ചുകാരുടെ സസ്യശാസ്ത്ര സംബന്ധിയായ ഏറ്റവും വലിയ സംഭാവന. ഡച്ചുകാരുടെ സസ്യശാസ്ത്ര സംബന്ധിയായ ഏറ്റവും വലിയ സംഭാവന ഏതാണ്?
ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. ഹോർത്തൂസ് മലബാറിക്കസ് ഡച്ചുകാരുടെ സസ്യശാസ്ത്ര സംബന്ധിയായ ഏറ്റവും വലിയ സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഹോർത്തൂസ് മലബാറിക്കസിൽ എത്ര ഔഷധ സസ്യങ്ങളെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്? ഹോർത്തൂസ് മലബാറിക്കസിൽ എത്ര ഔഷധ സസ്യങ്ങളെ കുറിച്ചാണ് പ്രതിപാദിച്ചിട്ടുള്ളത്? 742 742 ഔഷധ സസ്യങ്ങളെ കുറിച്ചാണ് ഹോർത്തൂസ് മലബാറിക്കസിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. 742. ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയ്ക്ക് നേതൃത്വം നൽകിയത് ഹെൻറിക് വാൻഡ്രീഡ് ആണ്. ഹെൻറിക് വാൻഡ്രീഡ്. ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയ്ക്ക് നേതൃത്വം നൽകിയത് ആര്? ഹെൻറിക് വാൻഡ്രീഡ്. ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയിൽ സഹായിച്ച മലയാളി വൈദ്യനാര്? ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയിൽ സഹായിച്ച മലയാളി വൈദ്യനാര് എന്ന് ചോദിച്ചാൽ ഇ.ടി. അച്യുതനാണ്. ഇ.ടി. അച്യുതൻ. ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയിൽ സഹായിച്ച മലയാളി വൈദികൻ ആരാണ്? ഇ.ടി. അച്യുതൻ. മലയാള അക്ഷരങ്ങൾ അച്ചടിച്ച ആദ്യത്തെ പുസ്തകം. മലയാള അക്ഷരങ്ങൾ അച്ചടിച്ച ആദ്യ പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. മലയാള അക്ഷരങ്ങൾ അച്ചടിച്ച ആദ്യത്തെ പുസ്തകം ഏതാണ്? ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. ഹോർത്തൂസ് മലബാറിക്കസ് മലയാളത്തിലേക്കും ഇംഗ്ലീഷിലേക്കും പരിഭാഷപ്പെടുത്തിയതാര്? ഹോർത്തൂസ് മലബാറിക്കസ് മലയാളത്തിലേക്കും ഇംഗ്ലീഷിലേക്കും പരിഭാഷപ്പെടുത്തിയത് ഡോക്ടർ കെ.എസ്. മണിലാലാണ്. ഡോക്ടർ കെ.എസ്. മണിലാലാണ് ഹോർത്തൂസ് മലബാറിക്കസ് മലയാളത്തിലേക്കും ഇംഗ്ലീഷിലേക്കും പരിഭാഷപ്പെടുത്തിയത്. ഡോക്ടർ കെ.എസ്. മണിലാൽ. കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നത് ആരൊക്കെ തമ്മിലായിരുന്നു? കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നത് ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലായിരുന്നു. കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നത് ആരൊക്കെ തമ്മിലായിരുന്നു? ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലായിരുന്നു കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നത്. കർണാട്ടിക് യുദ്ധങ്ങളിൽ അന്തിമ വിജയം നേടിയത് ആര്? കർണാട്ടിക് യുദ്ധങ്ങളിൽ അന്തിമ വിജയം നേടിയത് ബ്രിട്ടീഷുകാരാണ്. കർണാട്ടിക് യുദ്ധങ്ങളിൽ അന്തിമ വിജയം നേടിയത് ബ്രിട്ടീഷുകാർ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1600-ലാണ്. 1600 AD 1600-ലാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത്. AD 1600. പ്ലാസി യുദ്ധം നടന്ന വർഷം. 1757-ആണ്. 1757-ലാണ് പ്ലാസി യുദ്ധം നടന്നത്. 1757. എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഇന്ത്യയെ പിടിച്ചെടുക്കാം എന്ന് പറഞ്ഞത് ആര്? എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഇന്ത്യയെ പിടിച്ചെടുക്കാം എന്ന് പറഞ്ഞത് റോബർട്ട് ക്ലൈവ് ആണ്. റോബർട്ട് ക്ലൈവ്. എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഇന്ത്യയെ പിടിച്ചെടുക്കാം എന്ന് പറഞ്ഞത് റോബർട്ട് ക്ലൈവ്. ഫോർട്ട് വില്യം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഫോർട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കൊൽക്കത്തയിലാണ്. ഫോർട്ട് വില്യം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊൽക്കത്ത. ബ്രിട്ടീഷുകാർ കൊൽക്കത്തയിൽ സ്ഥാപിച്ച കോട്ട ഏത് എന്ന് ചോദിച്ചാൽ ഫോർട്ട് വില്യം ആണ്. ഫോർട്ട് വില്യം സ്ഥാപിച്ചത് ബ്രിട്ടീഷുകാരാണ്. എവിടെയാണ്? കൊൽക്കത്തയിലാണ്. 1764 ബക്സാർ യുദ്ധത്തിൽ വിജയിച്ചത് ആര്? ബക്സാർ യുദ്ധം നടന്ന വർഷം 1764. ബക്സാർ യുദ്ധത്തിൽ വിജയിച്ചത് ആരാണ്? ബ്രിട്ടീഷുകാരാണ്. ബക്സാർ യുദ്ധത്തിൽ വിജയിച്ചത് ബ്രിട്ടീഷുകാർ. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്ക് രാഷ്ട്രീയ സാമ്പത്തിക ആധിപത്യം നൽകിയ യുദ്ധം. ഇന്ത്യ ബ്രിട്ടീഷുകാർക്ക് രാഷ്ട്രീയ സാമ്പത്തിക ആധിപത്യം നൽകിയ യുദ്ധം ഏത് എന്ന് ചോദിച്ചാൽ അത് ബക്സാർ യുദ്ധമാണ്. ബ്രിട്ടീഷ് ആധിപത്യത്തിന് അടിത്തറ പാകിയ യുദ്ധം ഏത് എന്ന് ചോദിച്ചാൽ പ്ലാസി യുദ്ധമാണ്. ബ്രിട്ടീഷുകാർക്ക് രാഷ്ട്രീയ സാമ്പത്തിക ആധിപത്യം നൽകിയ യുദ്ധം ഏത് എന്ന് ചോദിച്ചാൽ ബക്സാർ യുദ്ധം. പ്ലാസി യുദ്ധത്തിൽ ബംഗാൾ നവാബ് ആരായിരുന്നു? പ്ലാസി യുദ്ധത്തിൽ ബംഗാൾ നവാബ് സിറാജ് ഉദ്ദൗള. പ്ലാസി യുദ്ധത്തിൽ ബംഗാൾ നവാബ് ആരായിരുന്നു? സിറാജ് ഉദ്ദൗള. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന് അടിത്തറ പാകിയ യുദ്ധം. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന് അടിത്തറ പാകിയ യുദ്ധം ഏതാണ്? പ്ലാസി യുദ്ധമാണ്.
ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട ഏതാണ്? മാനുവൽ കോട്ട. കൊച്ചിയിലെ മാനുവൽ കോട്ടയാണ് ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട. താഴെ പറയുന്നവയിൽ പോർച്ചുഗീസ് അധീനതയിലായിരുന്ന പ്രദേശം. പോർച്ചുഗീസ് അധീനതയിലായിരുന്നത് ഏതൊക്കെ പ്രദേശങ്ങളാണ്? കൊച്ചി, ഗോവ, ദാമൻ, ദിയു. കൊച്ചി, ഗോവ, ദാമൻ, ദിയു എന്നീ പ്രദേശങ്ങൾ പോർച്ചുഗീസ് അധീനതയിലായിരുന്നു. കൊച്ചി, ഗോവ, ദാമൻ, ദിയു പോർച്ചുഗീസ്. ഇന്ത്യയിൽ കശുമാവ്, പപ്പായ, പേരക്ക, പൈനാപ്പിൾ എന്നിവ കൊണ്ടുവന്നത്. കശുമാവ്, പപ്പായ, പേരക്ക, പൈനാപ്പിൾ എന്നിവ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാർ. ഇന്ത്യയിൽ അച്ചടി വിദ്യ പ്രചരിപ്പിച്ചത് ആരാണ്? ഇന്ത്യയിൽ അച്ചടി വിദ്യ പ്രചരിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ്. അച്ചടി വിദ്യ പ്രചരിപ്പിച്ചത് പോർച്ചുഗീസുകാർ. ചവിട്ടുനാടകം, മാർഗംകളി തുടങ്ങിയ കലാരൂപങ്ങൾ പ്രചരിപ്പിച്ചത്. ചവിട്ടുനാടകം, മാർഗംകളി തുടങ്ങിയ കലാരൂപങ്ങൾ പ്രചരിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാർ. കൂനൻ കുരിശു സത്യം നടന്ന വർഷം. കൂനൻ കുരിശു സത്യം നടന്ന വർഷം 1653. കൂനൻ കുരിശു സത്യം നടന്ന വർഷം 1653. ഉദയം പേരൂർ സൂനഹദോസ് നടന്ന വർഷം. ഉദയം പേരൂർ സൂനഹദോസ് നടന്നത് 1599. 1599 ഉദയം പേരൂർ സൂനഹദോസ് നടന്നത്. നാഗപട്ടണം, ചിൻസുര, ബൊറോജ് എന്നിവ ആരുടെ അധിനിവേശ പ്രദേശങ്ങളായിരുന്നു? നാഗപട്ടണം, ചിൻസുര, ബൊറോജ് എന്നിവ ഡച്ചുകാരുടെ അധിനിവേശ പ്രദേശങ്ങളാണ്. ഏതൊക്കെയാണ്? നാഗപട്ടണം, ചിൻസുര, ബൊറോജ് എന്നിവ ഡച്ചുകാരുടെ അധിനിവേശ പ്രദേശങ്ങളായിരുന്നു. പോണ്ടിച്ചേരി, കാരയ്ക്കൽ, മാഹി എന്നിവ ആരുടെ അധിനിവേശ പ്രദേശങ്ങളായിരുന്നു? പോണ്ടിച്ചേരി, കാരയ്ക്കൽ, മാഹി എന്നിവ ഫ്രഞ്ചുകാരുടെ അധിനിവേശ പ്രദേശങ്ങളായിരുന്നു. ഏതൊക്കെയാണ്? പോണ്ടിച്ചേരി, കാരയ്ക്കൽ, മാഹി. ബംഗാൾ, ബീഹാർ, ഒറീസ എന്നിവിടങ്ങളിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് ആര്? ബംഗാൾ, ബീഹാർ, ഒറീസ എന്നിവിടങ്ങളിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് കോൺവാലിസ് പ്രഭുവാണ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് കോൺവാലിസ് പ്രഭുവാണ്. എവിടെയൊക്കെയാണ് നടപ്പിലാക്കിയത്? ബംഗാൾ, ബീഹാർ, ഒറീസ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് കോൺവാലിസ് പ്രഭു. ദക്ഷിണേന്ത്യയിലും ഡെക്കാനിലും നടപ്പിലാക്കിയ നികുതി വ്യവസ്ഥ ഏത്? ദക്ഷിണേന്ത്യയിലും ഡെക്കാനിലും നടപ്പിലാക്കിയ നികുതി വ്യവസ്ഥ റയറ്റ് വാരിയാണ്. റയറ്റ് വാരി എവിടെയൊക്കെയാണ്? ദക്ഷിണേന്ത്യ, ഡെക്കാൻ. റയറ്റ് വാരി. റയറ്റ് വാരി സമ്പ്രദായം നടപ്പിലാക്കിയത് ആര്? റയറ്റ് വാരി സമ്പ്രദായം നടപ്പിലാക്കിയത് തോമസ് മൺട്രോ, അലക്സാണ്ടർ റീഡ് എന്നിവരാണ്. തോമസ് മൺട്രോ, അലക്സാണ്ടർ റീഡ് എന്നിവരാണ് റയറ്റ് വാരി സമ്പ്രദായം നടപ്പിലാക്കിയത്. തോമസ് മൺട്രോ, അലക്സാണ്ടർ റീഡ്. ഉത്തരേന്ത്യയിലും മധ്യേന്ത്യയിലും നടപ്പിലാക്കിയ നികുതി സമ്പ്രദായം. ഉത്തരേന്ത്യയിലും മധ്യേന്ത്യയിലും നടപ്പിലാക്കിയ നികുതി സമ്പ്രദായമാണ് മഹൽവാരി. ഓപ്ഷൻ ബി, മഹൽവാരി. മഹൽവാരി സമ്പ്രദായം നടപ്പിലാക്കിയത് ആരാണ്? മഹൽവാരി സമ്പ്രദായം നടപ്പിലാക്കിയത് ഹോൾട്ട് മക്കിൻസിയാണ്. ഹോൾട്ട് മക്കിൻസിയാണ് മഹൽവാരി സമ്പ്രദായം നടപ്പിലാക്കിയത്. ആരാണ്? ഹോൾട്ട് മക്കിൻസി. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി സമ്പ്രദായങ്ങളുടെ സവിശേഷതകളിൽ പെടാത്തത് ഏത്? ബ്രിട്ടീഷുകാരുടെ നികുതി സമ്പ്രദായങ്ങളുടെ സവിശേഷതകളിൽ പെടാത്തത്. ഇവിടെ തന്നിരിക്കുന്നു ഉയർന്ന നികുതി നിരക്ക്, നിർബന്ധിത നികുതി, കർഷകർക്ക് നികുതി ഇളവ് നൽകൽ, നികുതി നൽകാതിരുന്നാൽ ഭൂമി പിടിച്ചെടുക്കൽ. ബ്രിട്ടീഷുകാരുടെ നികുതി സമ്പ്രദായങ്ങളുടെ സവിശേഷതകളിൽ പെടാത്തതാണ് ഓപ്ഷൻ സി. കർഷകർക്ക് നികുതി ഇളവ് നൽകൽ പെടാത്തത്. 1882 ബംഗാളി ഭാഷയിൽ ആനന്ദമഠം എന്ന നോവൽ രചിച്ചത്. 1882 ബംഗാളി ഭാഷയിൽ ആനന്ദമഠം എന്ന നോവൽ രചിച്ചത് ബങ്കിങ് ചന്ദ്ര ചാറ്റർജിയാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ബങ്കിങ് ചന്ദ്ര ചാറ്റർജി. സന്യാസി ഫക്കീർ കലാപത്തിന് നേതൃത്വം നൽകിയവർ. സന്യാസി ഫക്കീർ കലാപത്തിന് നേതൃത്വം നൽകിയവർ
ഭവാനി പഥക്, മജ്നു ഷാ എന്നിവരാണ്. ഭവാനി പഥക്, മജ്നു ഷാ എന്നിവരാണ് സന്യാസി ഫക്കീർ കലാപത്തിന് നേതൃത്വം നൽകിയവർ. ഭവാനി പഥക്, മജ്നു ഷാ. നീലം കർഷകരുടെ ദുരിതത്തെക്കുറിച്ച് ദീനബന്ധു മിത്ര 1860 രചിച്ച നാടകം. നീലം കർഷകരുടെ ദുരിതത്തെക്കുറിച്ച് ദീനബന്ധു മിത്ര 1860 രചിച്ച നാടകം ഏത്? നീലദർപ്പൺ. ഓപ്ഷൻ ബി നീൽദർപ്പൺ. ബിർസ മുണ്ടയുടെ ജന്മദിനമായ നവംബർ 15 ഏത് ദിവസമായി ആചരിക്കുന്നു? ബിർസ മുണ്ടയുടെ ജന്മദിനമായ നവംബർ 15 ഏത് ദിവസമായിട്ട് ആചരിക്കുന്നു? ജൻജാതീയ ഗൗരവ് ദിവസ്. ജൻജാതീയ ഗൗരവ് ദിവസ് നവംബർ 15, ബിർസ മുണ്ടയുടെ ജന്മദിനം. ഇന്ത്യൻ പാർലമെന്റ് ചരിത്രത്തിൽ ആദ്യമായി അവതരിപ്പിച്ച ഏക ഗോത്ര നേതാവ്. ഇന്ത്യൻ പാർലമെന്റിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ച ഏക ഗോത്ര നേതാവ് ആരാണ്? ബിർസ മുണ്ടയാണ്. ബിർസ മുണ്ട. ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി ഇക്ബാൽ ദുറാനി രചിച്ച കൃതി ഏത്? ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി ഇക്ബാൽ ദുറാനി രചിച്ച കൃതി ഗാന്ധി സെ പെഹ്ലെ ഗാന്ധി. ഗാന്ധി സെ പെഹ്ലെ ഗാന്ധി. കേന്ദ്ര കഥാപാത്രം ബിർസ മുണ്ട. കൃതി രചിച്ചത് ഇക്ബാൽ ദുറാനി. ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി മഹാശ്വേതാദേവി രചിച്ച നോവൽ. ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി മഹാശ്വേതാദേവി രചിച്ച നോവലാണ് ആരണ്യർ അധികാർ. നോവലിന്റെ പേര് ആരണ്യർ അധികാർ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ആരണ്യർ അധികാർ. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപമാണ്. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സൈനിക കലാപം ഏതാണ്? ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സൈനിക കലാപമാണ് വെള്ളൂർ കലാപം. 1806 നടന്ന വെള്ളൂർ കലാപമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സൈനിക കലാപം. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത്. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് വെല്ലസ്ലി പ്രഭുവാണ്. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് വെല്ലസ്ലി പ്രഭു. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത്. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ഡൽഹൌസി പ്രഭുവാണ്. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ഡൽഹൌസി പ്രഭു. മംഗൾ പാണ്ഡെയെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയ തീയതി. മംഗൾ പാണ്ഡെയെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയ തീയതി 1857 ഏപ്രിൽ 8-നാണ്. 1857 ഏപ്രിൽ 8-നാണ് മംഗൾ പാണ്ഡെയെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയത്. 1857 ഏപ്രിൽ 8. 1857 കലാപം ആരംഭിച്ചത് എവിടെ നിന്നുമാണ്? 1857 കലാപം ആരംഭിച്ചത് മീററ്റിൽ നിന്നുമാണ്. ഉത്തർപ്രദേശിലെ മീററ്റിൽ നിന്നുമാണ് 1857 കലാപം ആരംഭിച്ചത്. ഉത്തർപ്രദേശിലെ മീററ്റ്. 1857 കലാപത്തെ തുടർന്ന് ഡൽഹി ചക്രവർത്തിയെ പ്രഖ്യാപിക്കപ്പെട്ടത്. 1857 കലാപത്തെ തുടർന്ന് ഡൽഹി ചക്രവർത്തിയെ പ്രഖ്യാപിക്കപ്പെട്ടത് ബഹദൂർ ഷാ രണ്ടാമനാണ്. ബഹദൂർ ഷാ രണ്ടാമൻ. 1857 കലാപത്തെ തുടർന്ന് ഡൽഹി ചക്രവർത്തിയെ പ്രഖ്യാപിക്കപ്പെട്ടതാരാണ്? ബഹദൂർ ഷാ രണ്ടാമൻ. ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം നൽകിയവർ ആരൊക്കെ? ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ബഹദൂർ ഷാ രണ്ടാമനും ജനറൽ ഭക്ത് ഖാനുമാണ്. ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം നൽകിയവർ ആരൊക്കെയാണ്? ബഹദൂർ ഷാ രണ്ടാമൻ, ജനറൽ ഭക്ത് ഖാൻ. ഝാൻസിയിൽ കലാപത്തിന് നേതൃത്വം നൽകിയതോ? ഝാൻസിയിൽ നേതൃത്വം നൽകിയത് റാണി ലക്ഷ്മി ബായി. കാൺപൂരിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് നാനാ സാഹിബ് താത്യ തോപ്പി. കാൺപൂരിലെ നാനാ സാഹിബ് താത്യ തോപ്പി. ലക്നൌവിൽ നേതൃത്വം നൽകിയതോ? ലക്നൌവിലെ ബീഗം ഹസ്രത്ത് മഹൽ. ബീഹാറിലെ ആറയിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത്? ബീഹാറിലെ
കൺവർ സിംഗ് ആണ്. ബീഹാറിൽ ആറയിൽ നേതൃത്വം നൽകിയത് കൺവർ സിംഗ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ സ്ഥലങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉൾപ്പെടാത്തത് ചോദിച്ചിരിക്കുന്നു. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, പഞ്ചാബ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ സ്ഥലങ്ങളാണ് ബംഗാൾ, ബീഹാർ, ഒറീസ എന്നിവ. അടുത്ത ചോദ്യം, വാസ്കോഡ ഗാമയുടെ ഇന്ത്യയിലേക്കുള്ള യാത്രയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? പോർച്ചുഗലിലെ ലിസ്ബണിൽ നിന്നാണ് അദ്ദേഹം യാത്ര ആരംഭിച്ചത്. സാവോ ഗബ്രിയേൽ, സാവോ റാഫേൽ, ബെറിയോ എന്നീ കപ്പലുകളാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അദ്ദേഹം അറ്റ്ലാന്റിക് സമുദ്രവും പസഫിക് സമുദ്രവും പിന്നിട്ടാണ് ഇന്ത്യയിലെത്തിയത്. 1498 കോഴിക്കോട് കാപ്പാട് അദ്ദേഹം എത്തിച്ചേർന്നു. ശരിയായവ ഏതെന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1, 2, 4 എന്നിവ ശരിയാണ്. പോർച്ചുഗലിലെ ലിസ്ബണിൽ നിന്നുമാണ് അദ്ദേഹം യാത്ര ആരംഭിച്ചത്. സാവോ ഗബ്രിയേൽ, സാവോ റാഫേൽ, ബെറിയോ എന്നീ കപ്പലുകളാണ് അദ്ദേഹം ഉപയോഗിച്ചത്. 1498 കോഴിക്കോട് കാപ്പാട് അദ്ദേഹം എത്തിച്ചേർന്നു. ഈ 3 പ്രസ്താവനകളും ശരിയാണ്. മൂന്നാമത്തെ പ്രസ്താവനയാണ് തെറ്റ്. അറ്റ്ലാന്റിക് സമുദ്രവും ഇന്ത്യൻ മഹാസമുദ്രവും പിന്നിട്ടാണ് അദ്ദേഹം ഇന്ത്യയിൽ എത്തിയത്, പസഫിക് സമുദ്രം അല്ല. അടുത്ത ചോദ്യം, ബ്രിട്ടീഷ് ഭൂനികുതി വ്യവസ്ഥകളെ സംബന്ധിച്ച ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക. തന്നിരിക്കുന്നു. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ കോൺവാലിസ് പ്രഭു, റയറ്റ് വാരി സമ്പ്രദായം തോമസ് മൺട്രോ, മഹൽ വാരി സമ്പ്രദായം ഹോൾട്ട് മക്കിൻസി. ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 എന്നിവ ശരിയാണ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് കോൺവാലിസ് പ്രഭു, റയറ്റ് വാരി സമ്പ്രദായം നടപ്പിലാക്കിയത് തോമസ് മൺട്രോ, മഹൽ വാരി സമ്പ്രദായം നടപ്പിലാക്കിയത് ഹോൾട്ട് മക്കൻസി. ഈ 3 ശരിയാണ്. അടുത്ത ചോദ്യം, 1857 വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? വിപ്ലവം ആരംഭിച്ചത് മീററ്റിൽ നിന്നാണ്. മംഗൾ പാണ്ഡെയെ 1857 ഏപ്രിൽ 8 തൂക്കിലേറ്റി. കാൺപൂരിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത്ത് മഹലാണ്. വിപ്ലവകാരികൾ ബഹദൂർ ഷാ രണ്ടാമൻ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ചു. തെറ്റായ പ്രസ്താവന ഏത് എന്നതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി ആണ്. മൂന്നാമത്തെ പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ളത്. വിപ്ലവം ആരംഭിച്ചത് മീററ്റിൽ നിന്നാണ് ശരിയാണ്. മംഗൾ പാണ്ഡെയെ തൂക്കിലേറ്റിയത് 1857 ഏപ്രിൽ 8 ശരിയാണ്. വിപ്ലവകാരികൾ ബഹദൂർ ഷാ രണ്ടാമൻ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ചു ശരിയാണ്. കാൺപൂരിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? നാനാ സാഹിബും താത്തിയ തോപ്പിയുമാണ്. നാനാ സാഹിബ്, താത്തിയ തോപ്പി. ലക്നൌവിലാണ് ബീഗം ഹസ്രത്ത് മഹൽ നേതൃത്വം നൽകിയത്. അടുത്ത ചോദ്യം, ബിർസ മുണ്ടയെ സംബന്ധിച്ച പ്രസ്താവനകൾ ഏതെല്ലാം? അദ്ദേഹത്തിന്റെ ജന്മദിനം ജൻജാതി ഗൗരവ് ദിവസമായിട്ട് ആചരിക്കുന്നു. ആരണ്യർ അധികാർ എന്ന നോവൽ അദ്ദേഹത്തെ കേന്ദ്ര കഥാപാത്രമാക്കി മഹാശ്വേത ദേവി രചിച്ചതാണ്. ഇന്ത്യൻ പാർലമെന്റിൽ ചിത്രം അനാച്ഛാദനം ചെയ്യപ്പെട്ട ഏക ഗോത്ര നേതാവാണ് അദ്ദേഹം. ഉത്തരം ഓപ്ഷൻ ഡി. 3 പ്രസ്താവനകളും ശരിയാണ്. ബിർസ മുണ്ടയുടെ ജന്മദിനം ജൻജാതീയ ഗൗരവ് ദിവസമായി ആചരിക്കുന്നു. ആരണ്യർ അധികാർ എന്ന നോവൽ അദ്ദേഹത്തെ കേന്ദ്ര കഥാപാത്രമാക്കി മഹാശ്വേത ദേവി രചിച്ചതാണ്. ഇന്ത്യൻ പാർലമെന്റിൽ ചിത്രം അനാച്ഛാദനം ചെയ്യപ്പെട്ട ഏക ഗോത്ര നേതാവാണ് ബിർസ മുണ്ട. അടുത്ത ചോദ്യം, യൂറോപ്യൻ അധിനിവേശവുമായി ബന്ധപ്പെട്ട ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക. പോർച്ചുഗീസുകാർ മാനുവൽ കോട്ട, ബ്രിട്ടീഷുകാർ ഫോർട്ട് വില്യം, ഡച്ചുകാർ ചാലിയം കോട്ട. ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം ശരിയാണ്. പോർച്ചുഗീസുകാർ മാനുവൽ കോട്ട, ബ്രിട്ടീഷുകാർ ഫോർട്ട് വില്യം. ചാലിയം കോട്ട പണി കഴിപ്പിച്ചത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. മൂന്നാമത്തെ പ്രസ്താവനയിൽ ചാലിയം കോട്ട പണി കഴിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ്. 1857 വിപ്ലവത്തിന്റെ കേന്ദ്രങ്ങളും നേതാക്കളും ശരിയായ ജോഡി ചേർത്തത് ഏത്? ലക്നൗ ബീഗം ഹസ്രത്ത് മഹൽ, ബീഹാർ കൻവർ സിംഗ്, ഝാൻസി റാണി ലക്ഷ്മിബായ്, കാൺപൂർ നാനാ സാഹിബ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 4 ജോഡികളും ശരിയാണ്. ലക്നൌവിലെ ബീഗം ഹസ്രത്ത് മഹൽ, ബീഹാറിലെ കൻവർ സിംഗ്, ഝാൻസിയിലെ റാണി ലക്ഷ്മിബായ്, കാൺപൂരിലെ നാനാ സാഹിബ്.
താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ഇന്ത്യയിൽ കശുമാവ്, പപ്പായ എന്നിവ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. ചവിട്ട് നാടകം, മാർഗംകളി എന്നിവ പോർച്ചുഗീസുകാരുടെ സംഭാവനയാണ്. മലയാള അക്ഷരങ്ങൾ ആദ്യമായി അച്ചടിച്ച പുസ്തകം ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. ഓപ്ഷൻ ഡി 3 പ്രസ്താവനകളും ശരിയാണ്. ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങളെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏത്? ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപമാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സൈനിക കലാപം വെള്ളൂർ കലാപമാണ്. ബിർസ മുണ്ടയുടെ നേതൃത്വത്തിൽ നടന്നത് ഗോത്രവർഗ കലാപമാണ്. ഓപ്ഷൻ ഡി 3 പ്രസ്താവനകളും ശരിയാണ്. അവസാനത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ കുളച്ചിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ് ഈ യുദ്ധം നടന്നത്. ഈ യുദ്ധത്തിൽ ഡച്ചുകാർ വിജയിച്ചു. ഏഷ്യൻ ശക്തിയോട് ഒരു യൂറോപ്യൻ ശക്തി പരാജയപ്പെട്ട ആദ്യ യുദ്ധമാണ് ഇത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1, 3 ശരിയാണ്. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ് ഈ യുദ്ധം നടന്നത്. ഏഷ്യൻ ശക്തിയോട് ഒരു യൂറോപ്യൻ ശക്തി പരാജയപ്പെട്ട ആദ്യ യുദ്ധമാണിത്. യുദ്ധത്തിൽ ജയിച്ചതാരാണ്? യുദ്ധത്തിൽ ഡച്ചുകാർ ഇവിടെ വിജയിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്. യുദ്ധത്തിൽ ഡച്ചുകാർ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മോക്ക് ടെസ്റ്റിൽ എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്